20-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ സൊസൂറിൻ്റെയും അമേരിക്കയിൽ ബ്ലൂംഫീൽഡിൻ്റെയും സിദ്ധാന്തങ്ങളെ തുടർന്നുണ്ടായ ഭാഷാ അപഗ്രഥന തത്വസംഹിതയാണ് ഘടനാത്മക ഭാഷാശാസ്ത്രം. ഫെർഡിനാൻഡ് ഡി സൊസൂർ അവതരിപ്പിച്ച ചില പരികൽപ്പനകളാണ് ഘടനാവാദത്തിന് വിത്തുപാകിയത്. ഈ ഭാഷാശാസ്ത്ര പരികൽപ്പനകൾ പിന്നീട് സാഹിത്യം, നരവംശാസ്ത്രം, മനഃശാസ്ത്രം മുതലായ മറ്റ് സംസ്കാര പഠന മേഖലകളെയും ആഴത്തിൽ സ്വാധീനിക്കുകയുണ്ടായി. ഭാഷാശാസ്ത്രത്തിൽ ഘടനാവാദത്തിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നടന്നത് പ്രാഗിൽ വെച്ചായിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പാദത്തിൽ പ്രാഗ് നഗരം ഭാഷാ ഗവേഷണത്തിൻ്റെ സ്ഥിരകേന്ദ്രമായി തീർന്നു. ഭാഷാശാസ്ത്ര രംഗത്ത് അത്ഭുതപൂർവമായ പുരോഗതി ഉണ്ടാവുകയും അത് സമഗ്രമായ പരിവർത്തനത്തിന് വിധേയമാകുകയും സുപ്രധാനങ്ങളായ പല ആധുനിക സിദ്ധാന്തങ്ങളും പദ്ധതികളും രൂപം കൊള്ളുകയും ചെയ്ത കാലമായിരുന്നു ഇത്. ഈ സംഭവ വികാസങ്ങളിൽ പലതിനും നേതൃത്വം വഹിച്ചത് പ്രാഗ് ലിംഗ്വിസ്റ്റിക് സ്കൂൾ എന്നറിയപ്പെടുന്ന ഭാഷാ ഗവേഷക സംഘമാണ്. സ്ട്രക്ചർ എന്ന ആശയത്തെ കേന്ദ്രമാക്കിയുള്ള ചിന്ത അവരുടെ നൂതന ഭാഷാശാസ്ത്ര സമീപനത്തിൻ്റെ മുഖ്യ ഘടകങ്ങളിൽ ഒന്നായിരുന്നു. അങ്ങനെ ഭാഷാശാസ്ത്രത്തിൽ സ്ട്രക്ചറലിസം പ്രതിഷ്ഠ നേടി. കൃത്യമായി നിർണയിച്ചെടുക്കാൻ കഴിയുന്ന ഘടകങ്ങളുടെ വ്യവസ്ഥാപൂർവമായ സംയോജനമാണ് ഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാക്യത്തെ വാചകങ്ങളായും പദങ്ങളായും രൂപിമങ്ങളായും സ്വനിമങ്ങളായും അടുക്കടുക്കായി ഇടപിരിക്കാമെന്ന് ഘടനാവാദം കണ്ടെത്തി. ഭാഷയെന്നാൽ സങ്കീർണമായ വ്യവസ്ഥ തന്നെയാണെന്ന് ഘടനാവാദം സിദ്ധിച്ചു. സ്വനങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന രൂപതലം, രൂപിമങ്ങൾ ചേർന്നുണ്ടാകുന്ന പദതലം, പദങ്ങൾ ചേർന്നുണ്ടാകുന്ന വാക്യതലം എന്നിങ്ങനെ അടുക്കടുക്കായുള്ള രണ്ടിലധികം തലങ്ങളുടെ കൂടിച്ചേരലാണ് സങ്കീർണ വ്യവസ്ഥ ഉണ്ടാക്കുന്നത്. സൊസൂറിൻ്റെ ഈ ഘടനാവാദ സങ്കല്പം അന്നുവരെ നിലവിലുണ്ടായിരുന്ന ഭാഷയെക്കുറിച്ചുള്ള പരമ്പരാഗത ചിന്തകളെ അട്ടിമറിച്ചു. സൊസൂറിൻ്റെ ഭാഷാപരമായ മുഖ്യ സങ്കല്പങ്ങൾ: 1. ഏകകാലികവും ബഹുകാലികവുമായ വസ്തുതകൾ ഭാഷാ പഠനത്തിൽ കൂടിക്കുഴഞ്ഞു പോകാതെ വെവ്വേറെ പരിശോധിക്കണം. 2. ഭാഷ, ഭാഷാബോധം, ഭാഷാപ്രയോഗം എന്നീ സങ്കല്പങ്ങളും വേർതിരിച്ച് തന്നെ ഭാഷാശാസ്ത്രജ്ഞൻ കാണേണ്ടതാണ്. 3. ഭാഷീയ ചിഹ്നം നിയുക്തികവും ഒന്നിനു പകരം മറ്റൊന്ന് വയ്ക്കാനാകാത്തതുമാകുന്നു. ഭാഷയിലെ ഓരോ ചിഹ്നത്തിനും മൂല്യം സിദ്ധിക്കുന്നത് മറ്റ് ചിഹ്നങ്ങളോട് അതിനുള്ള ബന്ധങ്ങളിൽ നിന്നാണ്. 4. ലംബതലത്തിലെ വ്യവസ്ഥീയ ബന്ധങ്ങളും തിരശ്ചീന തലത്തിലെ ഘടനാപരമായ ബന്ധങ്ങളും ഇണങ്ങിയതാണ് ഭാഷ. ഘടനാത്മക ഭാഷാശാസ്ത്ര നാമത്തിൻ്റെ 4 അടിസ്ഥാന ധാരണകളാണ് ഭാഷയും ഭാഷണവും. 1. ഭാഷയും ഭാഷണവും എന്നുവെച്ചാൽ ലാങ് പരോൾ. 2. സൂചകം സൂചിതം. 3. ഏകകാലികം ബഹുകാലികം. 4. വ്യഞ്ജനപരം സദൃശപരം. ലാങ് പരോൾ, ലാങ് എന്നുകൊണ്ട് ഭാഷ എന്നാണ് ഉദ്ദേശിക്കുന്നത്. പരോൾ എന്നാൽ ഭാഷണം. അതായത് ഒരു ഭാഷയുടെ ഘടകങ്ങളായ ചിഹ്നങ്ങളെയും പ്രവർത്തനങ്ങളെയും നിർണ്ണയിക്കുന്ന നിയമങ്ങളുടെ ഒരാകെത്തുകയായ വ്യവസ്ഥ, അതായത് വ്യാകരണ വ്യവസ്ഥയെ, സമഗ്രമായിട്ടുള്ള വ്യാകരണ വ്യവസ്ഥയെ സൂചിപ്പിക്കാനാണ് സൊസൂർ ലാങ് എന്നതുകൊണ്ട് ലാങ് എന്ന സംജ്ഞ ഉപയോഗിച്ചിരിക്കുന്നത്. പരോൾ എന്നത് സമൂഹം പൊതുവായി പങ്കിടുന്ന അമൂർത്തമായ ഭാഷാ വ്യവസ്ഥയെ ഉപയോഗിച്ച് ഓരോ ആളും നടത്തുന്ന സംസാര രൂപേണയുള്ള ഭാഷയുടെ ആവിഷ്കാരമാണ്. അതായത് ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരു പ്രത്യേക വ്യക്തി ഉപയോഗപ്പെടുത്തുന്ന ഭാഷണ രൂപമാണത്. സൂചകം സൂചിതം. വസ്തു, വികാരം, വിചാരം മുതലായവയെ സൂചിപ്പിക്കുന്ന ഒരു സങ്കല്പനവും അതിനെ സൂചിപ്പിക്കുന്ന ഒരു ശബ്ദബിംബവും ചേർന്നതാണ് ഒരു ചിഹ്നം. ശബ്ദബിംബത്തിന് സൂചകമെന്നും അത് ലക്ഷ്യം വയ്ക്കുന്ന സങ്കല്പനത്തിന് സൂചിതമെന്നും പറയുന്നു. അതായത് സൂചകം, സൂചിതം എന്നിങ്ങനെയുള്ള 2 ഘടകങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്നതാണ് ചിഹ്നം. ശബ്ദബിംബമായ സൂചകത്തിന് ബാഹ്യലോകത്തുള്ള യഥാർത്ഥ ശബ്ദമായി നേരിട്ട് ബന്ധമില്ല. ശബ്ദത്തിൻ്റെ ഒരു മാനസിക രൂപമാണ് ഓരോ വ്യക്തിയിലുമുള്ളത്. പദത്തെ ഉച്ചരിക്കാതെ തന്നെ പദം നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നത് അതുകൊണ്ടാണ്. ഇങ്ങനെ സൂചകം, സൂചിതം എന്ന 2 വശങ്ങളോട് കൂടിയ നിരവധി ചിഹ്നങ്ങൾ ചേർന്നാണ് ഭാഷ രൂപപ്പെടുന്നത്. ഏകകാലികം ബഹുകാലികം. ഭാഷയെക്കുറിച്ചുള്ള പഠനത്തിൽ 2 സമീപനങ്ങളാണിത്. ഒരു നിശ്ചിത കാല ബിന്ദുവിനെ ആധാരമാക്കിയുള്ള ഭാഷാ അപഗ്രഥനമാണ് ഏകകാലികം. ദീർഘമായ കാലയളവിൽ സംഭവിക്കുന്ന ഭാഷാ പരിണാമത്തിൻ്റെ അപഗ്രഥനമാണ് ബഹുകാലികം. സൊസൂറിൻ്റെ കാഴ്ചപ്പാടിൽ ഭാഷാ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏകകാലിക അപഗ്രഥന രീതിയാണ് പ്രധാനമായത്.
ബഹുകാലിക അപഗ്രഥനത്തിൽ ഭാഷയെയല്ല അതിനെ മാറ്റിമറിച്ച സംഭവങ്ങളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. എന്നാൽ ഭാഷകരിൽ നിന്ന് തെളിവുകൾ ശേഖരിച്ചുകൊണ്ടാണ് ഏകകാലിക അപഗ്രഥനം നടക്കുന്നത്. വിന്യസനപരം, സാദൃശ്യപരം. ഭാഷയിലെ ചിഹ്നങ്ങൾ അഥവാ പദങ്ങൾ തമ്മിലുള്ള പരസ്പര ബന്ധം നിലനിൽക്കുന്നത് രണ്ട് തലങ്ങളിലായിട്ടാണെന്നാണ് സൊസൂർ കണ്ടെത്തിയിട്ടുള്ളത്. അവയെ വിന്യസനപരം, സാദൃശ്യപരം എന്ന് അദ്ദേഹം വിളിക്കുന്നു. നാമങ്ങൾ, സർവനാമങ്ങൾ, ക്രിയകൾ തുടങ്ങിയ ഘടനാപരമായി തുല്യതയുള്ള പദങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് സാദൃശ്യാത്മക തലത്തിലുള്ളത്. പുഴ, നദി, സമുദ്രം, കായൽ എന്നിങ്ങനെയുള്ള പദങ്ങൾ തമ്മിൽ പല പ്രകാരത്തിലുള്ള സാദൃശ്യ ബന്ധങ്ങളുണ്ട്. ഒരു വാക്യഘടനയിൽ വരുമ്പോൾ ഇവയെ മാറി മാറി ഉപയോഗിക്കാൻ കഴിയും. പുഴ വറ്റി എന്നിടത്ത് കടൽ വറ്റി എന്ന് എഴുതാൻ കഴിയുന്നതിനാൽ ഈ പദങ്ങൾക്ക് തമ്മിൽ ഘടനാപരമായ തുല്യതയുണ്ടെന്ന് പറയാം. സാദൃശ്യാത്മക തലത്തിലുള്ള ഭാഷാ ഘടകങ്ങളെ ഒന്നിനു പകരം മറ്റൊന്ന് എന്ന മട്ടിൽ അടുക്കി പെറുക്കി വയ്ക്കാമെന്നതിനാൽ ഇതിനെ ഭാഷാഘടനയുടെ ലംബതലം എന്ന് വിളിക്കാം. ഘടനയുടെ ഉള്ളിൽ ഘടകങ്ങൾ വിന്യസിക്കുന്ന രീതിയെയാണ് വിന്യസനപരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാക്യത്തിന് മുമ്പിൽ, പിമ്പിൽ, നടുവിൽ എന്നിങ്ങനെ പദങ്ങൾ വിന്യസിക്കുന്ന സമ്പ്രദായം ഇതിനു ഉദാഹരണമാണ്. സൊസൂറിൻ്റെ ഈ നിലപാടുകളിൽ മറ്റൊരു നിലയിൽ വിശദീകരിക്കുന്നുണ്ട് നോം ചോംസ്കി. ലാങ് പരോൾ ദ്വന്ദ്വം അപര്യാപ്തമാണെന്നറിഞ്ഞ് ഭാഷാ വിജ്ഞാനം, അതായത് കോമ്പിറ്റൻസ്, ഭാഷാ നിർവഹണം, പെർഫോമൻസ് എന്ന ദ്വന്ദ്വ സങ്കല്പം അദ്ദേഹം അവതരിപ്പിച്ചു. ലാങ് സാമൂഹ്യതയിൽ ഊന്നുമ്പോൾ കോമ്പിറ്റൻസ് വൈയക്തിയിലാണ് ഊന്നുന്നത്. അഗാധഘടനയിൽ നിറയുന്ന ഭാഷാർജ്ജനത്തിന് ശേഷം മാത്രമേ ഉപരിഘടനയിലുള്ള ഭാഷാ നിർവഹണം സാധ്യമാകൂ എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. അത് അഗാധഘടനയിൽ അത്രത്തോളം ഡീപ്പായിട്ട് വേണം, ഭാഷാർജ്ജനത്തിന് ശേഷം മാത്രമേ ഉപരിഘടനയിൽ ഭാഷാ നിർവഹണം സാധ്യമാകൂ എന്ന് അദ്ദേഹം വിലയിരുത്തുന്നു. എന്നാൽ വ്യക്തി നേടിയെടുത്ത ഭാഷാജ്ഞാനത്തിൻ്റെ ചെറിയ ശതമാനം മാത്രമാണ് പ്രയോഗിക്കാൻ കഴിയുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പ്രയോഗിക്കാനാകുന്ന ഭാഷാ പ്രയോഗത്തിന് മാത്രമേ സാർത്ഥകതയുള്ളൂ. അതിൻ്റെ അളവ് ഓരോ വ്യക്തിയിലും ഏറിയും കുറഞ്ഞും ഇരിക്കുന്നുവെന്ന് മാത്രം. ഒരേ വ്യക്തി തന്നെ വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വ്യത്യസ്തമായി ഭാഷാ നിർവഹണം നടത്തുന്നതും അതിസാധാരണമാണെന്ന് അദ്ദേഹം പറയുന്നു. അമേരിക്കയിൽ ബ്ലൂംഫീൽഡിൻ്റെ സിദ്ധാന്തങ്ങളെ തുടർന്നാണ് ഘടനാവാദം ശക്തി പ്രാപിച്ചത്. ഭാഷാപരമായ അർത്ഥങ്ങളുടെ ചിഹ്നങ്ങളെല്ലാം ഭൗതിക ഘടകങ്ങളെ ആധാരമാക്കി വിവരിക്കാവുന്ന രൂപപരമായ വസ്തുതകളെന്നായിരുന്നു ബ്ലൂംഫീൽഡിയൻ ഘടനാവാദത്തിൻ്റെ കാഴ്ചപ്പാട്. ഭാഷയുടെ അപഗ്രഥനവും വിവരണവും ശാസ്ത്രദൃഷ്ട്യാ ഭദ്രമായൊരു സിദ്ധാന്തത്തിന് നിരക്കണം. ഓരോ ഭാഷയുടെയും ഭാഷാഭേദത്തിൻ്റെ വിവരണങ്ങൾ തയ്യാറാക്കുന്നത് അതതിൻ്റെ മാത്രം അടിസ്ഥാനത്തിലാവണം. സാർവലൗകിക വ്യാകരണം എന്നൊന്നില്ല എന്നും അമേരിക്കൻ ഘടനാവാദികൾ സിദ്ധാന്തിച്ചു. വാമൊഴിയാണ് മൗലികമെന്നും ദൃശ്യചിഹ്നങ്ങളിലൂടെ ഭാഷണം രേഖപ്പെടുത്താനുള്ള ഒരു വഴി മാത്രമാണ് എഴുത്തെന്നും എഴുത്ത് ഭാഷയായി കരുതാൻ സാധിക്കില്ല എന്നാണ് അമേരിക്കൻ ഘടനാവാദികളുടെ മറ്റൊരു പ്രധാന നിരീക്ഷണം. മാതൃഭാഷകളുടെ പ്രയോഗമാണ് അവരുടെ ഭാഷ. അവർ എങ്ങനെ സംസാരിക്കണം എന്നതിനെക്കുറിച്ച് മറ്റുള്ളവർ എന്ത് കരുതുന്നു എന്നത് പ്രധാനമായി കാണേണ്ടതില്ലെന്ന് അമേരിക്കൻ ഘടനാവാദികൾ ഊന്നിപ്പറയുന്നു. റോമൻ യാക്കോബ്സൺ, ഡേവിഡ് ലോഡ്ജ്, ലെവി സ്ട്രോസ്, റൊണാൾഡ് ബാർഗ്സ്, ലെവി സ്ട്രോസ്, ജാക്കസ് ലക്കാൻ, ജാക്കസ് ദെറീദ, ഹാരിസ് എന്നിവർ ഘടനാവാദത്തെ ഭാഷയിലും സാഹിത്യത്തിലും പുനരാലോചനയ്ക്ക് വിധേയമാക്കിയ ഭാഷാശാസ്ത്രജ്ഞരാണ്.